Hi, hello. I know many of my viewers were waiting for this particular topic over Adharma Sthala. Actually, it took some time for me to make this video. Why? Because so many things were happening in Adharma Sthala. SIT have come and they have started their procedures. So, the final outcome, I don't know what's going to happen. ദ സ്റ്റാർട്ടിംഗ് ഫേസ് ലുക്സ് ടു ബി വെരി പ്രോമിസിങ്. എല്ലാം അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അധർമ്മസ്ഥലയിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളും മൊഴിയായിട്ട് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും, പല സ്ഥലങ്ങളും അവിടെ എത്രത്തോളം ബോഡികളുണ്ട് എന്നുള്ളതൊക്കെ ഇന്ന് തുടക്ക സ്റ്റേജിൽ തന്നെ അവർക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഫേസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. ബട്ട് അറിയാലോ, കോടതി കുറേ ഓർഡർ, നമ്മളെയൊക്കെ വായ പൊത്തിക്കാനുള്ള കുറേ പരിപാടികളൊക്കെ അവർ ചെയ്ത് കൂട്ടുന്നത് കൊണ്ട് കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. മദൻ ഗൗരിയെ പോലുള്ള യൂട്യൂബേഴ്സ് അടക്കം വന്ന് സീനാണെന്ന് പറയുമ്പോൾ നമ്മളവിടെ എല്ലാത്തിനെയും വെല്ലുവിളിച്ചൊരു സംഗതി ചെയ്താൽ നാളെ എന്നിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസൊക്കെ കിട്ടാതെയാവും. പിന്നെ എൻ്റെ വരുമാനമാർഗം മുട്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മളൊന്ന് അറിയണമല്ലോ. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് ഞാൻ വെക്കാൻ പോകുന്ന കോണ്ടൻറ്റ് മേ ബി അതെനിക്ക് നല്ല പണി വരാൻ ചാൻസ് ഉള്ളൊരു ഐറ്റമാണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. കാരണം ഒരു ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് നമ്മളെ സൈലൻ്റ് ആക്കാൻ കുറേ പേര് നോക്കുന്നുണ്ട് എന്നുള്ള സെറ്റപ്പൊക്കെ നടക്കുമ്പോഴും അതിൻ്റെ മുകളിൽ നമ്മൾ ശബ്ദം ഉയർത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ രണ്ടും കൽപ്പിച്ച് ചെയ്യണം മക്കളെ. എന്താണെങ്കിലും SIT വന്നതിന് ശേഷമുള്ളൊരു അപ്ഡേറ്റ് ഇന്നിപ്പോൾ ബ്രേക്കിംഗ് ആയത് ഞാനിവിടെ പ്ലേ ചെയ്യാം. ആദ്യം കർണാടകയിലെ ധർമ്മസ്ഥലയിലേക്ക് പോകുന്നവിടെ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ 15 ഇടങ്ങൾ ഇതിനോടകം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. മൊഴിയിൽ കഴമ്പുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് കൊണ്ടാണ് സ്പോട്ട് മാർക്കിംഗ് വേഗത്തിലാക്കിയത്. സ്നാനഘട്ടത്തിന് സമീപം വീണ്ടും 3 സ്പോട്ടുകൾ കൂടി മാർക്ക് ചെയ്തു. വിവിധയിടങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ വിവരം ഈ മൊഴിയിൽ കഴമ്പുണ്ട് എന്ന് SIT പറയുന്നു. അദ്ദേഹം ആദ്യം നൽകിയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം തൻ്റെ ക്ഷേത്രം സൂപ്പർവൈസർ ആയിരുന്ന ആൾ തന്നെയാണ് തന്നെ കൊണ്ട് ഈ മൃതദേഹങ്ങളൊക്കെയും കുഴിച്ചിടാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ മൃതദേഹങ്ങളൊക്കെയും കുഴിച്ചിട്ടത് എന്ന മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ആ മൊഴി കഴിഞ്ഞ 2 ദിവസമായി മാറിയും തിരിഞ്ഞുമൊക്കെയും SIT സംഘം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും വൈരുദ്ധ്യം ഈ മൊഴിയിൽ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ്, അതിൽ ഒരു തരത്തിലുള്ള പിഴവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്തു. 16.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലും അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഈ ക്ഷേത്രം സൂപ്പർവൈസർമാരടക്കം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ മൃതദേഹങ്ങളൊക്കെയും കുഴിച്ചിട്ടതെന്നാണ്. പ്രദേശത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇത് സ്നാനഘട്ടത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഈ സ്നാനഘട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശം മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെയാണ് അദ്ദേഹം 1998 മുതൽ 2014 വരെ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്നത് ഈ സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിന് ചുറ്റുമായിട്ടാണ് താൻ കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ളതെന്ന് ഇദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് ക്ഷേത്രത്തിന്റെ 3 കിലോമീറ്റർ പരിധിയിൽ വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹം മൊഴി നൽകിയത് എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ തന്നെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും എത്തി അദ്ദേഹം ഓരോ ഇടവും കാണിച്ചു കൊടുക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ട്. കാരണം ഒരു മൃതദേഹം കുഴിച്ചിട്ടതിൽ നിന്നും ഏതാണ്ട് ഒരടിയൊക്കെ മാറിയിട്ടാണ് അദ്ദേഹം അടുത്ത മൃതദേഹം കുഴിച്ചിട്ട സ്ഥലമായി കാട്ടിക്കൊടുക്കുന്നത്. അതൊക്കെയും ഈ SIT സംഘം മാർക്ക് ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്. അവരതിനെ കാര്യമായി എടുക്കുന്നുണ്ട്. അതിന് വില കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, വിശ്വാസത്തിൽ എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആണ് എങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെയും പ്രതീക്ഷിച്ചിരുന്നത് ഇദ്ദേഹം 100-ലധികം മൃതദേഹങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പകുതി മൃതദേഹങ്ങളൊക്കെയും കാണും, പലപ്പോഴായി കൊല്ലപ്പെട്ട ആളുകളുടേതായിരിക്കും, അങ്ങനെ പല രീതിയിൽ കാണാതെ പോയ ആളുകളുടെയൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനൊരു ഭീകര സ്വഭാവം വരുന്ന ആ ഒരു രീതി വരുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് റോഡിനോടൊക്കെ ചേർന്ന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് നാളെ ജനമധ്യത്തിൽ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആർക്കും ഒരു കാര്യവും ഒളിച്ചു വെക്കാൻ കഴിയില്ല. അധർമ്മസ്ഥലയിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ പോലും
ചിലപ്പോൾ ഒരാളുടെ ദേഹം മറവ് ചെയ്തിരിക്കുക. അതാണ് അവിടുത്തെ അവസ്ഥ. മനസ്സിലായി? റോഡിനോട് ചാരിയിട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ റോഡ് വന്ന വഴിയുടെ അടിയിലും മൃതദേഹങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും SIT ഫോം ചെയ്യുന്നതിൻ്റെ ഇനീഷ്യൽ സമയങ്ങളിലൊക്കെ കുറേ ഗിമിക്ക് നമ്മൾ കണ്ടതാണ്. കുറച്ച് പേരൊക്കെ SIT വന്ന ഓഫീസേഴ്സൊക്കെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള SIT ടീമിനെ അവിടെയുള്ള ആക്ഷൻ കമ്മിറ്റിക്കും പിന്നെ ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ശുചീകരണ തൊഴിലാളി അയാളുടെ വക്കീലിനൊക്കെ ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ളൊരു SIT ആണ് അവിടെ അന്വേഷണം വന്നത് എന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ നല്ല രീതിക്ക് പോകാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും 1-2 ദിവസമായിട്ട് ശുചീകരണ തൊഴിലാളി SITക്ക് കൃത്യമായ മൊഴികൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർ ഗ്രൗണ്ട് ലെവൽ വർക്ക് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചിട്ട് വരെയുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും എന്താണെങ്കിലും നടക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പ്രശ്നമാവാൻ സാധ്യതയുള്ള 1-2 വീഡിയോസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്ക്രീൻഷോട്ടോ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചോ. പറയാൻ പറ്റൂലേ, കാരണം ലാസ്റ്റ് ഇത് അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പണിയാവും. അപ്പോൾ ഇതിൽ പറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ അധികാരിയായ, ഓക്കെ, ധർമ്മസ്ഥലയിലെ അമ്പലത്തിൻ്റെ അധികാരിയായിട്ടുള്ള വ്യക്തി, ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാലാണല്ലോ പ്രശ്നം. ആ വ്യക്തി 2013 ഓക്കെ, സൗജന്യ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് 2013 ഒക്ടോബർ 16 ഒരു ന്യൂസ് ബൈറ്റ് നല്ലൊരു പ്രസ് റിലീസ് പോലത്തെ ഒരു വീഡിയോ പുറത്തിറക്കുകയാണ്. ഈ വീഡിയോനകത്ത് അന്ന് ഈ സൗജന്യ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇയാളുടെ ഫാമിലിയുടെ മുകളിലും ഈ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആളുകൾ കുറേ അലിഗേഷൻസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. അത് ഈ സൗജന്യ കേസിന് മാത്രമല്ല, ദ എൻറ്റയർ സിറ്റുവേഷൻ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെയൊക്കെ എൻറ്റയർ കേസുകളും ലിങ്ക് ചെയ്യുന്നത് ഒരു സൈറ്റിലേക്കാണ് എന്നുള്ളത് പൊതുവേ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും. അപ്പോൾ ഈ വ്യക്തി വന്നിട്ട്, ഈ ക്ഷേത്രത്തിൻ്റെ മേലധികാരി വന്നിട്ട് പ്രസ്സിനെ, മീഡിയനെ അഡ്രസ്സ് ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ അയാൾ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതൊരു ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് 2013. ആ വീഡിയോ ഞാനൊന്നിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ತಮಗೆಲ್ಲ ಗೊತ್ತಿದ್ದ ಹಾಗೆ 11ನೇ ತಾರೀಕು ಮತ್ತು ನಿನ್ನೆ 12ನೇ ತಾರೀಕಿನಂದು ಬಹಳ ವಿಶೇಷವಾಗಿ ಕೆಲವು ವಿಷಯಗಳನ್ನು ಪ್ರಸ್ತಾಪ ಮಾಡಿ ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳದ ಮೇಲೆ ಅನೇಕ ಅವಹೇಳನಕಾರಿ ಮಾತು, ಅಪವಾದದ ಮಾತುಗಳು ಮತ್ತು ಟೀಕೆಗಳನ್ನು ಕೂಡ ಮಾಡಿದ್ದಾರೆ. ಈ ಮಧ್ಯೆ ಅವರ ಕುಟುಂಬಸ್ಥರು ಮತ್ತು ಇತರರಿಗೆ ಇನ್ನೂ ಯಾರಾದರೂ ಕೆಲವರು ಇದರ ಜೊತೆ ಸೇರಿರಬಹುದು ಅನ್ನುವ ಸಂದೇಹ ಇತ್ತು. ಈ ಸಂದೇಹಕ್ಕೆ ಕೂಡ ನಾನು ಮತ್ತೆ ಒಂದು ಮೀಟಿಂಗ್ ಆದಾಗ ಇದು CBI ತನಿಖೆಗೆ ಇದನ್ನು ಒಪ್ಪಿಸಬೇಕು ಮತ್ತು ಇದರ ಜೊತೆಗೆ ಯಾರಾದರೂ ಬೇರೆ ಶಾಮೀಲಾಗಿದ್ದರೂ ಕೂಡ ತಕ್ಷಣ ಇದರ ಬಗ್ಗೆ ತನಿಖೆ ಮಾಡಬೇಕು ಅಂತ ನಾನು ಸೂಚಿಸಿದ್ದೆ. ಈ ಮಧ್ಯೆ ಕೆಲವು ಸಂಘಟನೆಗಳು ಮತ್ತು ಹಿತಾಸಕ್ತಿಗಳು ಈ ವರದಿಯನ್ನು ತಿರುಚಿ ಇದಕ್ಕೆ ಶ್ರೀ ಕ್ಷೇತ್ರ ಧರ್ಮಸ್ಥಳಕ್ಕೂ ಸಂಬಂಧ ಇದೆ, ಹೆಗಡೆಯವರ ಕುಟುಂಬಕ್ಕೂ ಸಂಬಂಧ ಇದೆ ಅನ್ನುವಂಥ ಸಂಬಂಧವನ್ನು ಜೋಡಿಸಿದರು. ಇದರಲ್ಲಿ ವಿಶೇಷವಾಗಿ ನನ್ನ ಸಹೋದರ ಹರ್ಷೇಂದ್ರ ಕುಮಾರ ಪುತ್ರ ನಿಶ್ಚಲ್ ಕುಮಾರ್ ಇದೆ ಅನ್ನೋದನ್ನು ಜೋಡಿಸಿದರು. ಇಲ್ಲಿ ತಮ್ಮೆಲ್ಲರ ಗಮನಕ್ಕೆ ನಾನು ತರಬಯಸುವುದು ಏನು ಅಂತಂದರೆ, ಈ ಮಗು ಅವನು ಈಗ ಅಮೆರಿಕದಲ್ಲಿ MBA ವ್ಯಾಸಂಗ ಮಾಡ್ತಾ ಇದ್ದಾನೆ, ನ್ಯೂಯಾರ್ಕ್ನಲ್ಲಿ ಇದ್ದಾನೆ. ಇಲ್ಲಿ ತಮಗೆ ನಾನು ತೋರಿಸುವಂಥ ಈ ಪತ್ರದಲ್ಲಿ ಆತ ಆಗಸ್ಟ್ 12ನೇ ತಾರೀಕಿನಂದು 21ರಂದು 2012ರಂದು ಅಮೆರಿಕದ ನ್ಯೂಯಾರ್ಕ್ ಯೂನಿವರ್ಸಿಟಿಗೆ ತೆರಳಿದ್ದು, ಅವನು ಹಿಂದಿರುಗಿದ್ದು 28ನೇ ಡಿಸೆಂಬರ್ 2012ರಂದು. ಅಂದರೆ ಈ ಘಟನೆ ಆದ ದಿವಸ ಅವನು ಅಮೆರಿಕದಲ್ಲಿದ್ದಾನೆ. ನಿನ್ನೆ ಮಾತಾಡಿದ ವ್ಯಕ್ತಿಗಳು ಎಷ್ಟು ಮಾತಾಡಿದ್ದಾರೆ ಅಂತಂದರೆ, ಇವರು ಎಲ್ಲವನ್ನೂ ಧರ್ಮಸ್ಥಳದಲ್ಲಿ ತಿರುಚಬಲ್ಲರು, ಎಲ್ಲ ಅಧಿಕಾರಿಗಳನ್ನು, ಶಾಸಕರನ್ನು ಮತ್ತು ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳನ್ನು ಕೂಡ ಅವರು ತಮ್ಮ ಅಧಿಕಾರದ ಮತ್ತು ತಮ್ಮ ಸ್ಥಾನಮಾನದ ಬಲದಿಂದ ಬದಲಿಸಬಹುದು ಅನ್ನೋದನ್ನು ಹೇಳಿದ್ದಾರೆ. ಬಹುಶಃ ಅಮೆರಿಕದ ವೀಸಾವನ್ನು ಬದಲಿಸಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಹಾಗಾಗಿ ತಮಗೆ ಖಂಡಿತ ಹೇಳ್ತೇನೆ, ಈ ಮಗು ಆ ದಿವಸಗಳಲ್ಲಿ ಅಮೆರಿಕ ನ್ಯೂಯಾರ್ಕ್ನಲ್ಲಿದ್ದ, ಅವನ ಹೆಸರು ಹೇಳಿ ಆತನ ಮೇಲೆ ಅಪವಾದ ಹೊರಿಸುವುದು ಅಂದರೆ ಇದು ಸ್ಪಷ್ಟವಾಗಿ ಯಾವುದಾದ್ರೂ ಒಂದು ರೀತಿಯಿಂದ ಕ್ಷೇತ್ರದ ಮೇಲೆ ಕಳಂಕ ತರಬೇಕನ್ನುವ അഭിപ്രായത്തിൽ ಬಂದಿದೆ. ഓക്കെ, അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മേലധികാരിയുടെ കുടുംബത്തിൻ്റെ മുകളിലും ക്ഷേത്രത്തിൻ്റെ മേലധികാരിയുടെ മുകളിലും എസ്പെഷ്യലി ക്ഷേത്രത്തിൻ്റെ മേലധികാരിയായ ഈ വ്യക്തിയുടെ അനിയൻ്റെ മകൻ്റെ
മുകളിലും ഒക്കെ ആരോപണം വരാൻ തുടങ്ങിയ സമയത്ത് ആ മകൻ 2012 ഓഗസ്റ്റ് 12 മുതൽ 2012 ഡിസംബർ 28 വരെ USA ന്യൂയോർക്കിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ള വിസയുടെ കോപ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു ഈ വ്യക്തി അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ സൗജന്യ കേസ് CBIക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അയാളുടേതായിട്ടുള്ളൊരു തീരുമാനം അയാൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഫോർമാറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഭക്തരുകളോടും ബാക്കിയുള്ളവരോടൊക്കെ ഈ പറഞ്ഞ എന്താ പറയുക, അമ്പലത്തിനെയും അമ്പലത്തിൻ്റെ മേൽനോട്ടക്കാരെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, വിശ്വാസം നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകണം എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ആ സാധനം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ പുറത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, നോട്ട് ദ പോയിൻറ്റ്, വേറൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016, ഓക്കെ, ഈ സൗജന്യ കേസ് അതിനുശേഷമുള്ള ഈ വീഡിയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും കാര്യങ്ങൾ സൗജന്യ കേസിലാണ് ഈ സംഗതി ഫ്ലെയർ അപ്പ് ആയതും കുറച്ച് ആളുകൾ കൂടിയതും ഇതിന് കുറച്ചൊരു ഒരു അന്നത്തെ ഒരു മീഡിയ ഫോക്കസ് കിട്ടിയതും പിന്നെ അതിനിടയിൽ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനിടയിൽ 2016 കർണാടകയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമണങ്ങൾ, അതിലുള്ള അസ്വാഭാവികതയും അതിൽ അസ്വാഭാവിക മരണങ്ങളും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് 2016 രൂപീകരിച്ച ഒരു സമിതിയുണ്ട്. ഓക്കെ, ആ സമിതി ഈ ഒരു അന്വേഷണം മൊത്തം കർണാടകയിൽ നടത്തിയ സമയത്ത് ഏകദേശം ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തപ്പോൾ ആ ധർമ്മസ്ഥലയുടെ ടോപ്പിക് ഇവർ പഠിച്ച സമയത്ത് അവിടുത്തെ ജില്ലാ അഡീഷണൽ SP ആയിരുന്ന രാഹുൽ കുമാർ എന്ന് പറഞ്ഞ അന്നത്തെ അഡീഷണൽ SP ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അതായത് 100 കണക്കിന് ഓരോ വർഷവും 100 കണക്കിനുള്ള അസ്വാഭാവിക മരണങ്ങൾ ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് പ്രണയ നൈരാശ്യം. നിങ്ങൾ ആലോചിക്കണം, ആ റിപ്പോർട്ടിൽ അവർ അന്ന് ആ വ്യക്തി എഴുതി കൊടുത്തത് പ്രണയ നൈരാശ്യം കാരണം, ബിസിനസ് നഷ്ടത്തിനെ തുടർന്നിട്ടുള്ള കാരണങ്ങളാൽ ധർമ്മസ്ഥലയിൽ ദർശനം നടത്തുന്നവർ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് പോലീസിൻ്റെ വിശദീകരണം. അതായത് ഈ ലവ് ഫെയിലിയർ, ബിസിനസ് ഫെയിലിയർ, അതായത് ഫിനാൻഷ്യൽ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഈ അമ്പലത്തിൽ പോയി പറഞ്ഞതിന് ശേഷം ഇവർ ആത്മഹത്യ ചെയ്യേ. എന്ത് ലോജിക്കാണുള്ളത്? 100 കണക്കിന് ആളുകൾ ഒരു അമ്പലത്തിൽ വന്നിട്ട് കാര്യങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യും. അതായത് അന്നത്തെ 2016 അഡീഷണൽ ജില്ലാ SP ആയിരുന്ന രാഹുൽ കുമാർ കൃത്യമായിട്ട് അന്വേഷണ കമ്മിറ്റിക്ക് കർണാടകയിൽ നടക്കുന്ന എൻറ്റയർ ഇങ്ങനത്തെ ദുരൂഹ മരണങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്ന കമ്മീഷന് മുമ്പാകെയാണ് ധർമ്മസ്ഥലയിൽ എല്ലാ വർഷവും 100 പേര് ഇതേപോലെ അമ്പലത്തിന് ചുറ്റിപ്പറ്റിയിട്ടും ഇങ്ങനെയായിട്ട് 100 പേര് മരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അന്ന് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്നുകൂടി പ്ലേ ചെയ്യാം. Thereafter, he himself made it very clear. Some people are telling that that matter has been entrusted to CBI. When he inquired with the concerned authorities, ultimately he came to know that there is no such inquiry at all. However, when he made a statement stating that he states like this, ಕೊಲೆಯಾಗಿದೆ, ಮಾಹಿತಿ ಹಕ್ಕು ಕಾಯ್ದೆಯಡಿ ಮಾಹಿತಿ ತೆಗೆದು ಧರ್ಮಸ್ಥಳ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಸುಮಾರು 500ಕ್ಕೂ ಹೆಚ್ಚು ಹೆಣ್ಣು ಅಸಹಜ ಸಾವುಗಳಾಗಿವೆ. ಪೊಲೀಸ್ ಇಲಾಖೆ ಸರ್ಕಾರವನ್ನು ಒತ್ತಾಯ ಮಾಡಿದ್ದೆವು. ಒಂದು ಕೂಲಂಕುಷವಾದ ತನಿಖೆ ಆಗಬೇಕು ಎಂದು 2 ವರ್ಷದ ಹಿಂದೆ CBI ತನಿಖೆಯಲ್ಲಿದೆ, ವಿಚಾರಣೆ ಮಾಡುತ್ತಿದ್ದಾರೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಬೆಳ್ತಂಗಡಿ ಯಾರೋ ಸಿಕ್ಕಿ ಹೇಳಿದರು. ಈ ಅಸಹಜ ಸಾವಿನ ಬಗ್ಗೆ ಯಾವುದೇ ಇಲಾಖೆ ತನಿಖೆ ಮಾಡುತ್ತಿಲ್ಲ. ಸೊ ಅಟ್ ದಟ್ ಪಾಯಿಂಟ್ ಆಫ್ ಟೈಮ್ ಮಿಸ್ಟರ್ ರಾಹುಲ್ ಕುಮಾರ್, additional SP of the district, he intervened and he made a statement, sir, ಪ್ರತಿ ವರ್ಷ ಕನಿಷ್ಠ every year minimum 100 unnatural deaths are taking ഓക്കെ, place. അപ്പോൾ ഈ സാറ് പറഞ്ഞതിൽ തന്നെ ഉണ്ട്
കാര്യങ്ങൾ മൊത്തം കിടക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ധർമ്മസ്ഥല ചുറ്റിപ്പറ്റിയിട്ടുള്ള നടക്കുന്ന ഈ കൊലപാതക പരമ്പര, ഈ വിഷയങ്ങളൊക്കെ കൃത്യമായ ഇൻ്റർവെല്ലിൽ കൃത്യമായിട്ട് ഇതിൻ്റെ അധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലുള്ള ഇടപെടലുകളും അന്നൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്ന്, എസ്പെഷ്യലി കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, കർണാടക പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഇതിലൊരു അന്വേഷണം വന്ന് ഈ കാര്യം ഇത്രത്തോളം ഫ്ലെയറപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺ ഒന്ന് അവിടെയുള്ള ആക്ഷൻ കമ്മിറ്റി, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾ, ഓബിയസ്ലി സമീർ, അങ്ങനത്തെ ഒരുപാട് യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഫേസ് ഓബിയസ്ലി കേരളത്തിൽ നിന്നുള്ള ചാനലുകൾ, മനാഫിൻ്റെ ടീം, പിന്നെ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ, കേരളത്തിൽ നിന്ന് മലയാളികളുടെ ഒരു പുഷ് ഭയങ്കരമാണ്. ഓക്കെ, ഇതിനെ പല സാഹചര്യങ്ങളിലായിട്ട് പല വർഗീയതയും പറഞ്ഞ് പൂഴ്ത്തി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആ ബെൽറ്റിൽ നിന്ന്, കർണാടകയിലെ ബെൽറ്റിൽ നിന്ന് നടന്നിട്ടുണ്ട്. ഇനി അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു കൂട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പേരുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ധർമ്മസ്ഥലയിൽ ഇത്രയും ആളുകൾ മരിച്ചതിൽ ദ മോസ്റ്റ് മെജോറിറ്റി ഈസ് ഹിന്ദുസ്. ഹിന്ദു റിലീജിയനിൽ വിശ്വസിക്കുന്ന, അമ്പലത്തിനെ ചുറ്റിപ്പറ്റി വന്നു പോകുന്ന ആളുകൾ ഇന്ന്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഇങ്ങനൊരു സംഭവം നടന്നു ഇന്നേ വരെ. അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും സംസാരിക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ. ശശികല, മധു, കുറേ പേരുണ്ട്. എന്തിനു നമ്മൾ ശ്രീജിത്ത് പണിക്കർ തന്നെ പ്രോപ്പറായിട്ട് ഇതിനകത്തൊരു വീഡിയോ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഹിന്ദു മഹാസഭയിൽപ്പെട്ടവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഞാനിവിടെ ചോദിച്ചു വയ്ക്കുകയാണ്. ഇനി ഞാൻ ഇന്നത്തെ SITൻ്റെ ഇവരുടെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാനുള്ള വേറെ റീസൺ എന്താ വെച്ചെങ്കിൽ, നമ്മളെല്ലാവരും ഈ അധർമ്മസ്ഥലയിലെ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള മലയാളികളുടെ ഇടയിൽ തന്നെ ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഇരുന്ന് ഈ അമ്പലത്തിന് വെള്ളം പൂശുന്ന ഒരു ഐറ്റം കണ്ടത്. ധർമ്മസ്ഥല കൊലപാതകങ്ങൾ ക്ഷേത്രക്കാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം ജോർജ് ജോസഫ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോനകത്ത് പറയുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഈ ധർമ്മസ്ഥല ക്ഷേത്രം അതൊരു ഹിന്ദു ക്ഷേത്രമല്ല, അത് ജൈന ക്ഷേത്രമാണ്. ഞാനവിടെ പോയിട്ടുണ്ട്, അവിടെ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജൈനന്മാരുടെ ക്ഷേത്രമാണ്. 800 വർഷം പഴക്കമുണ്ട് ആ ക്ഷേത്രത്തിന്. ആ ക്ഷേത്രത്തെ ഒരു കുടുംബത്തിൻ്റെ വകയാണ്, ജൈന മതത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ വകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അങ്ങേര് ഭയങ്കര മഹാ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞു വെക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ ഹിന്ദു ടെമ്പിൾ, ബട്ട് ട്രസ്റ്റികളായിട്ടുള്ളതൊരു ജെയിൻ ഫാമിലിയാണ്. ഓക്കെ, മാധവ ബ്രാഹ്മിൻസ്. ഓക്കെ, മാധവ ബ്രാഹ്മിൻസ്, അതായത് ഹിന്ദു ടെമ്പിൾ റൺ ബൈ ജെയിൻ അഡ്മിനിസ്ട്രേഷനാണ് അവിടെ. ശിവൻ്റെ ടെമ്പിൾ എപ്പോഴും റൺ ചെയ്യുന്നത് ശൈവാസാണ്. ഓക്കെ, ശൈവ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ശിവ ടെമ്പിൾസ് റൺ ചെയ്യുക. പക്ഷേ ഇവിടെ അത് റൺ ചെയ്യുന്നത് മാധവ ബ്രാഹ്മിൻസാണ്. അവർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണുവിൻ്റെ ഡിവോട്ടികളായിട്ട് കാണപ്പെടുന്ന മാധവ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞ ടീമാണ്. അതായത് ദേ ആർ വൈഷ്ണവാസ്. അവരാണ് വൈഷ്ണവ ഐഡിയോളജി കൊണ്ട് നടക്കുന്നവരാണ് ഇവിടെ ശിവക്ഷേത്രം എന്ത് ചെയ്യുന്നത്. ശൈവാസിന് വരെ അവരാണത് ട്രസ്റ്റികളായിട്ടിരിക്കുന്നതും അവിടുത്തെ പൂജകൾ ചെയ്യുന്നതും ഈ അമ്പലം കൊണ്ട് നടക്കുന്നതും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ പറഞ്ഞത് എനിക്കത് ഇനിയിപ്പോൾ ഈ ശിവൻ റിലേറ്റഡ് ടു ശിവ, ബ്രഹ്മ, വിഷ്ണു ഒക്കെ റിലേറ്റഡ് ടു ദിസ് ജെയിൻ കോൺസെപ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ബട്ട് ബേസിക്കലി ഇറ്റ്സ് എ ഹിന്ദു ടെമ്പിൾ റൺ ബൈ ജെയിൻസ്. അപ്പോൾ എന്താണെങ്കിലും അങ്ങേരെ ഒരു തുടക്കത്തിലേ പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള മറ്റേ ഐതിഹ്യമാല വായിക്കുന്ന പോലെയാണ് ഇങ്ങേര് സാധനം ഇരുന്ന് വെളുപ്പിക്കുന്നത്. ആ ജൈന ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അധിപൻ ഏകദേശം 77-78 വയസ്സുള്ള ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡെ എന്നയാളെ കഴിഞ്ഞ ദിവസം രാജ്യസഭ മെമ്പറാക്കി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ആ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ അകത്തെ സംവിധാനങ്ങളെല്ലാം ആ കുടുംബം നടത്തുന്നതാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആരെയും കൊല്ലാനോ പിടിക്കാനോ ഒന്നും നടക്കില്ല. അതിന് വെളിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അങ്ങോട്ട് വരുന്ന റോഡുകളും അവിടെയൊക്കെ വലിയ ടൗൺഷിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, വളരെ വിജനമായ സ്ഥലങ്ങളും ഉണ്ട്.
ജോർജ് ജോസഫ് സാറ് പറഞ്ഞു വരുന്നുണ്ട്, അറിയോ, അമ്പലം അമ്പല കമ്മിറ്റി ഒന്നും അല്ല ഇതിൻ്റെ വിഷയം. അവരൊക്കെ പാവം എന്താ പറയുക ജൈനന്മാരാണ്, അവർക്കുണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സംഗതി ആ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളും കുറച്ച് നിഗൂഢത പരിപാടികളൊക്കെ ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അവരിതൊക്കെ ചെയ്തിട്ട് അമ്പലത്തിൻ്റെ തലയിലിടുകയാണ്, അമ്പലത്തിലെ ആളുകൾ തലയിലിടുക എന്നുള്ളതാണ് മൂപ്പരുടെ പൊതുവെയുള്ള വർത്താനം. അതായത് ഈ SITയുടെ ആവശ്യമില്ല, കണ്ട ജനങ്ങളൊന്നും പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങേര് ഒരു ദിവസം അമ്പലം വിസിറ്റ് ചെയ്തു, അങ്ങേർക്ക് സംഗതി മനസ്സിലായി, അങ്ങേര് കേസ് ക്ലോസ് ചെയ്തു, സ്വയം അന്വേഷിച്ച് സ്വയം ക്ലോസ് ചെയ്തു. എന്നിട്ട് തീരുമാനമാക്കി, അമ്പലക്കാരൊന്നും ഇതിലില്ല, ഞാൻ അപ്പം തമ്പുരാൻ സുഭദ്ര ഞങ്ങളൊരു ബെൽറ്റാണ്, ഞങ്ങൾ എന്താണെങ്കിലും ഇതിലില്ല. കൊള്ളാം. അപ്പോൾ ഇപ്പോൾ SIT കണ്ടുപിടിച്ചതും ശുചീകരണ തൊഴിലാളി പറഞ്ഞു വരുന്നതൊക്കെ ഇനി എവിടെ എത്തും എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം അദ്ദേഹത്തിന് ഇനി വേറെ റിപ്ലൈ കൂടി കൊടുക്കാൻ. ഒരു 2 വീഡിയോ കൂടി ഉണ്ട് ഇങ്ങേരുടെ, അങ്ങോട്ട് ഒന്ന് പ്ലേ ചെയ്യാം. ഈ ലോർഡ് ശിവയുടെ ഈ ജൈന ക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രാവിലെ മുതൽ ആഹാരം ഉണ്ടാവും. അവിടെ രാവിലെ 9 മണിക്ക് അവിടെ പ്രഭാത ഭക്ഷണം, ചോറും സാമ്പാറും അങ്ങനെ ചില വെജിറ്റേറിയൻ കറികളും. അതങ്ങോട്ട് തുടങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണി വരെ ഒരു പന്തിയിൽ 4000 പേർക്കിരിക്കാം. 4 ഏക്കറിൻ്റെ ഒരു പന്തലാണ്, 4000 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം 10000 പേരെങ്കിലും അവിടെ ഈ ഉച്ചയൂണ് രാവിലെ മുതൽ പ്രഭാത ഭക്ഷണം കഴിക്കും. അവിടെ താമസിക്കാനും സൗകര്യമുണ്ട്. അവിടെ താമസിക്കുന്നവർക്കും അവിടെ രാത്രി അവിടെ തങ്ങുന്നവർക്കും 13 ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടക്കുന്നവർക്കെല്ലാം അവിടെ വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 വരെ ഡിന്നറുണ്ട്. എല്ലാം വെജിറ്റേറിയനാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 4-5 ദിവസം താമസിക്കുന്നവർക്കും ഭക്ഷണത്തിന് ഒന്നും വെളിയിൽ പോകണ്ട. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ആ ധർമ്മസ്ഥലയിൽ ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, പല ചെറിയ ദൈവങ്ങളും അവിടെയുണ്ട്. ഏറ്റവും ശക്തിമാനായ ശിവൻ്റെ ആണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ദൈവങ്ങളുണ്ട്. 13 നമ്പറുള്ള ഒരു ക്ഷേത്രമാണ് ശിവൻ്റെ ക്ഷേത്രം. 13ൻ്റെ പ്രാധാന്യം പലർക്കറിയാം. അത് ശിവൻ്റെ നമ്പരാണ് 13. അപ്പോൾ അമ്പലത്തിലെ 13ാമത്തെ അമ്പലത്തിലാണ് ശിവൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. എൻ്റെ പൊന്നണ്ണ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആ അമ്പലത്തിൻ്റെ നിത്യചര്യകളെ കുറിച്ചിട്ടുള്ള ദിനചര്യകളെ കുറിച്ചിട്ടുള്ള മറ്റേ പുസ്തകം വായിച്ചിട്ട് പറയാനല്ലല്ലോ പറഞ്ഞത്, ആണോ? അപ്പോൾ ഇത് ഒരുമാതിരി മറ്റേ അമ്പലം പ്രൊമോട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോ ആയിപ്പോയി. അവിടെ ഭക്ഷണം കിട്ടും, ഇത്ര ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. പക്ഷേ ഇങ്ങനെ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റും, അതായത് അവിടെ വന്നു പോകുന്ന ആളുകളുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, വന്നു പോയിരുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അത്രയും വലിയ ജനത്തിരക്ക് പല സമയങ്ങളിലായിട്ട് വന്നു പോകുന്ന, ദിവസത്തോളം വന്നു പോകുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുമ്പോൾ അതിൽ 2, 3, 4 ആളുകളെ കാണാതാവുമ്പോൾ അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടില്ല, മനസ്സിലായില്ലേ? അതുതന്നെയായിരിക്കണം പലരുടെയും ധൈര്യം. ഞാനെന്ന് പറയുന്നത് പലരുടെയും ധൈര്യം അതായിരിക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ഇന്നൊരു 3-4 ആൾ അല്ലെങ്കിൽ ദിവസം ഒരു 1-2 ആളെ വെച്ച് മിസ്സിങ് ആയി കഴിഞ്ഞാൽ അതിൽ തന്നെ ചോദിക്കാനും പറയാനും ഇല്ലാത്തവരും അല്ലെങ്കിൽ നിസ്സഹായരായിട്ടുള്ള ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ അല്ല, ഇങ്ങേർക്ക് ഇതിന് മുമ്പ് മറ്റേ അമ്പലത്തിലെ പുരാണം പറഞ്ഞത് ക്ലോസ് ചെയ്യാനാണ് ഇങ്ങേരുടെ മൂഡ്. ശിവൻ്റെ അമ്മയുടെ ദുർഗയുടെ ക്ഷേത്രം അവിടെയുണ്ട്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു പുരാണത്തിലുള്ള നമുക്കറിയാം, ശിവപുരാണം, ഹോളി പുരാണത്തിലുള്ള ശിവപുരാണം ഒക്കെ അത് ഈ ശിവൻ്റെ പുരാണത്തിൽ പറയുന്ന അതുപോലെ ഗ്രീക്കിൽ സിയൂസ് ദേവനെ നമുക്കറിയാം. അതേ രീതിയിലുള്ള ദേവൻ തന്നെയാണ് ഇവിടെ ശിവൻ്റെ കാര്യം ഈ ജൈനമത ക്ഷേത്രത്തിൽ പറയുന്നത്. കമ്പാരിസൺ ലോകത്തിൻ്റെ ഏൻഷ്യൻ്റ് കാലഘട്ടത്തിൽ വന്ന ഗ്രീക്ക് പുരാണത്തിലുള്ള സിയൂസിൻ്റെ അതേ നിലവാരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ശിവക്ഷേത്രവും എന്ന് പറയുന്നു. ഈ ജൈനമതക്കാരുടെ ക്ഷേത്രം തന്നെയാണ്. അവിടുത്തെ ആളിപ്പം രാജ്യസഭ മെമ്പറായിട്ടുണ്ട്. അവിടെ ക്ഷേത്രത്തിന് വെളിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. നേത്രാവതി പുഴ അതിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം. അതൊരു പുണ്യനദിയായിട്ടാണ് കാണുന്നത്. അവിടെയൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പം ആ പുണ്യനദിയുടെ അതിനോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ പല ആൾക്കാരും ആ നദിയിലെ കോയൻ നാണയത്തുട്ടുകൾ എറിയുന്ന കാണാം. അപ്പോൾ ആ ക്ഷേത്രത്തിന് വെളിയിൽ ഈ ആൻറ്റി സോഷ്യൽ എലിമെൻ്റ് വളരെയധികം ആൾക്കാരുണ്ട്. അവരാണ് ഈ കർമ്മങ്ങൾ, ഈ കുറുകൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനകത്ത്
485 പേരെ കുഴിച്ചിട്ടുണ്ട് ഞാൻ എന്നൊരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. അത് ക്ഷേത്രത്തിനകത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങൾ, ക്ഷേത്രത്തിന് വെളിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിന് ക്ഷേത്രത്തുകാരെ നമുക്ക് കുറ്റപ്പെടുത്താനൊക്കില്ല. അവരൊരു പ്രൈവറ്റ് അമ്പലം തന്നെയാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അവിടെ സെക്യൂരിറ്റി, അവിടെ വരുന്ന ഏകദേശം 10,000-15,000 പേർക്ക് ഒരു ദിവസം ആഹാരം കൊടുക്കുകയാണ്. അതൊക്കെ നമ്മൾ ആലോചിക്കണം. ആ ക്ഷേത്രത്തിലെ വരുമാനം അവർ ഒരു പാരമ്പര്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 800 വർഷം പഴക്കമുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ക്ഷേത്രത്തിലെ ഡിവോട്ടീസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന്. ഇത്ര പുരാതന കാലം മുതലേ അവിടെ ആ ധർമ്മസ്ഥലയിലെ അവിടുത്തെ ശിവനെ തൊഴാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പലരും കൊല്ലപ്പെടുന്നു, പലരും റേപ്പ് ചെയ്യപ്പെടുന്നു, അതൊക്കെ മറ്റു കാര്യങ്ങൾ. അതൊക്കെ ക്ഷേത്രത്തിന് വെളിയിലാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും സെക്യൂരിറ്റിയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ അവിടെ ആൾക്കാർ വളരെ പ്രായമുള്ളവരൊക്കെ വന്ന് തൊഴാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വീണ് മരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ അതൊരു നാച്ചുറൽ ഒരു സ്വാഭാവികമായ മരണം തന്നെയാണ്. അല്ലാതെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ നടക്കുന്നതാണ് മറ്റ് പല കാര്യങ്ങളും. അതിനെപ്പറ്റി ക്ഷേത്രക്കാരെ നമ്മൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പൊന്നാണ്, ഞങ്ങൾ പേടിച്ചിട്ടാണോ ഈ ഇരുന്ന് അവരെ ഗ്ലോറിഫൈ ചെയ്ത് തള്ളി മറിക്കണമെന്ന് എനിക്കറിയില്ല. ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സംശയം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെന്ന് പറയാം. ഓക്കെ, അല്ലാതെ അവർ ചെയ്തു എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. സംശയമുണ്ട്. കാരണം പല കേസുകളും ആ ഫാമിലിയായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ആ ഫാമിലിയിലുള്ള പല ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. എൻഡ് ഓഫ് ദ ഡേ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് വിരൽ ചൂണ്ടുന്നത് ആ അമ്പലത്തിലെ ഏതെങ്കിലും ഒരു തൊഴിലാളി അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി, ആ അമ്പലം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാർ എങ്ങനെ കേരളത്തിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ വിഷയത്തിൽ, ഇങ്ങനെ ബാക്കി വിഷയത്തിലൊക്കെ എല്ലാ വിഷയത്തിലും സംസാരിക്കാറുണ്ട്, ഈ വിഷയത്തിൽ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ന്യൂസിലൊക്കെ ഇരുത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ അവിടെ വെള്ളം ഊശിയടിക്കാനേ നോക്കും. ഓക്കെ, എന്താണെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് കിട്ടിയാൽ ഞാൻ എന്താണെങ്കിലും അതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇറ്റ് മൈറ്റ് ടേക്ക് സം ടൈം ബിക്കോസ് ഐ ഡോണ്ട് നോ വെദർ ഇനി എന്തെങ്കിലും ഒരു ഫർദർ സംഗതികൾ വരുമോ കോട്ടുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ബട്ട് കിട്ടിയാൽ പറയും. ഓക്കെ.